കാരുണ്യാമൃതവാരിധിം കരളസത്കോദണ്ഡബാണോജ്വലാം സീതാചിത്തസരോജചാരുമഹിരം ദുർവാദളശ്യാമളം ശ്രീമദ്വായുസുതേന ലാളിതവദം ഭോജം വരം ദേവദം ശ്രീരാമം ഹൃദിസാനുജം ശുഭകരം വില്വാദ്രിനാഥം ഭജേ യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരിവരിപൂർണ്ണലോചനം മാരുതിം നമത രാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാത്മീകി രാമായണം കിഷ്കിന്ധാകാണ്ഡത്തിലെ 53-ാം സർഗമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വാനര നിർവേദം എന്നാണ് ഇതിൽ പറയുന്നത്. വാനരന്മാർ ആ ബിലത്തിൽ നിന്ന്, ഗുഹയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം കാലം എത്ര കഴിഞ്ഞു പോയി എന്നാണ് അവസ്ഥ എന്നുള്ളതൊന്നും അറിയാതെ, ഒരു മാസമാണല്ലോ കാലം കൊടുത്തിരുന്നത്, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇനി എന്ത് വേണമെന്നൊക്കെ ആലോചിച്ച് അവർ സ്വയം ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ആ സമുദ്രതീരത്ത് ഘോരങ്ങളായ തിരകൾ അടിച്ചാർത്ത് ഗർജിക്കുന്നതും അതിരറ്റതുമായ ആ സമുദ്രത്തിനെ അവർ കണ്ടു. മയനെന്ന മായാവി തീർത്ത ഗിരിദുർഗത്തിൽ തേടി നടന്ന് രാജാവ് അവർക്ക് അനുവദിച്ച 1 മാസം എന്നുള്ള കാലാവധി കഴിഞ്ഞുപോയി എന്നവർക്ക് മനസ്സിലായി. പൂത്ത മരങ്ങൾ തിങ്ങിയ വിന്ധ്യപർവ്വതത്തിൻ്റെ അടിവാരത്തിൽ ചെന്നിരുന്ന് മഹാത്മാക്കളായ അവർ ചിന്തയിലാണ്. അനേകം വള്ളികളാൽ ചുറ്റപ്പെട്ടതും പൂക്കളുടെ കനം കൊണ്ട് തല താഴ്ത്തി നിൽക്കുന്നതുമൊക്കെയായ വൃക്ഷങ്ങളെ കണ്ട് അവർ ഭയപ്പെട്ടു പോയി എന്ന് പറയാണ്. വസന്തം വന്നെത്തി എന്നപ്പോൾ അവർക്ക് മനസ്സിലായി. അവർ പോകുന്നത് വർഷം കഴിഞ്ഞ ഉടനെയാണ്. അപ്പോൾ വസന്തമായപ്പോൾ എന്തായാലും ആ കാലാവധി കഴിഞ്ഞു പോയി എന്ന് മനസ്സിലായി. പിന്നെ വൃദ്ധന്മാരെയും മറ്റു വാനരന്മാരെയും വിളിച്ച് മധുരവാക്കുകളെ കൊണ്ട് അവരെയൊക്കെ ആദരിച്ചുകൊണ്ട് ആ അംഗദൻ അവരോട് പറഞ്ഞു, ആ കപിരാജനായ സുഗ്രീവൻ്റെ ആജ്ഞയനുസരിച്ച് നാമൊക്കെ പുറപ്പെട്ടു. ആ ഒരു ഗുഹയിൽ കയറി പെട്ടതുകൊണ്ട് 1 മാസം കഴിഞ്ഞൊന്നും നമ്മൾ അറിഞ്ഞില്ല. നമ്മുടെ കാലാവധി വെച്ചുകൊണ്ട് തുലാമാസത്തിൽ പുറപ്പെട്ടതാണ് നമ്മൾ. ആ കാലം കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? നിങ്ങൾ വിശ്വസ്തരും നീതിമാർഗ വിശാരദരും സ്വാമി ഭക്തന്മാരുമൊക്കെയാണല്ലോ. അതുകൊണ്ട് നമ്മളിനി എന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി പറയണം. നമുക്കിതുവരെ നമ്മുടെ കാര്യം സാധിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം സാധിക്കാതെ 1 മാസത്തിന് ശേഷം ചെന്നാൽ നമ്മളെ വധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ആ രാജാവ് അത്രയും കർശനമായ നടപടികൾ എടുക്കുന്നവനാണ് സുഗ്രീവൻ. സുഗ്രീവൻ രാജാവ് എന്നുള്ള നിലയ്ക്ക് രാജ്യഭാവത്തിൽ തന്നെയാണല്ലോ നമ്മളോട് ഇങ്ങനെ പറഞ്ഞത്. തീർച്ചയായിട്ടും തൻ്റെ ശത്രുവായിരുന്ന ഭാര്യയുടെ മകനായ ആൾ എന്നുള്ള നിലയ്ക്ക് അംഗദനോട് അല്ലെങ്കിൽ എന്നോട് അദ്ദേഹത്തിന് കൂടുതൽ വൈരാഗ്യം ഉണ്ടാവും. ഏത് നിലയ്ക്കും എന്നെ ശിക്ഷിക്കാൻ അദ്ദേഹം ശ്രമിക്കും. അതുകൊണ്ട് ഇവിടെ നിന്ന് മടങ്ങാതെ മറ്റെവിടേക്കെങ്കിലും പോവുകയല്ലേ നല്ലത് എന്ന് ആണ് ഞാൻ ചിന്തിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അംഗദൻ പറഞ്ഞു. യുവരാജാവായ അംഗദൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ വനരന്മാരെല്ലാവരും വളരെ കാരുണ്യത്തോടുകൂടി ദുഃഖത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞു. സുഗ്രീവൻ സ്വതേ തന്നെ ക്രൂരനാണ്. രാമനാണെങ്കിലോ തൻ്റെ ഭാര്യയെ കണ്ടുപിടിക്കാൻ വേണ്ടി ആ സുഗ്രീവനെ സഹായം നേടിയിട്ടുള്ളതായ ആളും. അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിൽ വിജയികളാവാതെ നമ്മൾ ഇപ്പോൾ അവിടെ തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ രാമൻ്റെ സന്തോഷത്തിന് വേണ്ടിയും സുഗ്രീവൻ്റെ സ്വഭാവമനുസരിച്ചും നമ്മളെ അവർ കൊല്ലും. അതുകൊണ്ട് നമുക്ക് തെറ്റ് ചെയ്തവർ പിന്നീട് രാജാവിൻ്റെ സമീപത്തേക്ക് ചെല്ലുന്നത് അത്ര ഉചിതമല്ല. സുഗ്രീവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിട്ടാണ് നമ്മളിങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് സീതയെ കാണാതെ ആ സുഗ്രീവൻ്റെ അടുത്തേക്ക് പോകാം എന്നത് ശരിയാവില്ല. മരണം തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത് എന്ന് പറയണം. ഇങ്ങനെ ഭയാക്തന്മാരായ വാനരന്മാരുടെ വാക്ക് കേട്ട് താരയുടെ പിതാവായ താരൻ ഇങ്ങനെ പറഞ്ഞു, വിഷാദം വേണ്ട, നമുക്കൊക്കെ സമ്മതമാണെങ്കിൽ നമ്മളിപ്പോൾ കുറേ കാലം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ഗുഹയിൽ തന്നെ പ്രവേശിക്കാം. അത് മയൻ തൻ്റെ മായ കൊണ്ട് നിർമ്മിച്ചതാണ്. അതിൻ്റെ അകത്ത് കടക്കാൻ വലിയ പ്രയാസം തന്നെയാണെങ്കിലും പൂക്കളും ജലങ്ങളും ഭക്ഷണ വസ്തുക്കളും ഒക്കെ അതിൽ ധാരാളമുണ്ട്. ഇന്ദ്രനിൽ നിന്നോ രാമനിൽ നിന്നോ വനരരാജാവായ സുഗ്രീവനിൽ നിന്നോ ഒന്നും നമുക്ക് അവിടെ ഒരു ഭയം ഉണ്ടാവുകയില്ല. ഇങ്ങനെ അംഗദൻ്റെയും താരൻ്റെയും വാക്കുകൾ കേട്ടപ്പോൾ നമുക്ക് കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി അങ്ങനെ തന്നെ ചെയ്യാം എന്ന് നിശ്ചയിക്കുക ആണ് ഈ വാനരന്മാർ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ